ഗായ്സ്, നമുക്ക് പൂക്കളമിടാം. ആദ്യം നമുക്ക് വരയ്ക്കാം ഗായ്സ്. നമ്മുടെ തറയിൽ പുറത്ത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ അച്ഛനും കൂടെ വരയ്ക്കാനുള്ള ഡിസൈനൊക്കെ വരച്ചെടുത്തു. എന്നിട്ട് സ്പീഡ് പൂവിട്ട് നമ്മൾ ജമന്തി ഉണ്ടായിരുന്നു, ശരിക്കും മഞ്ഞ ജമന്തി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനും അച്ഛനും കൂടെ പെട്ടെന്ന് വെട്ടുക കേട്ടോ. ഇങ്ങനെ വെട്ടിയെടുത്താൽ നല്ല കുറേ പൂവുള്ള കണക്ക് തോന്നും. അപ്പോൾ അമ്മാമ്മ ഒന്ന് നോക്കുക ഗൈസ് എന്തായെന്ന്. എന്നിട്ട് നമ്മൾ പൂടാൻ തുടങ്ങി. നടുക്ക് വെള്ള, അത് കഴിഞ്ഞ് ചുവപ്പ്, അത് കഴിഞ്ഞ് നടുക്കൊരു നല്ല ചുവന്ന റോസാപ്പ് വെച്ച് കൊടുത്തു. നല്ല രസമുണ്ടായിരുന്നു. സവാള ഗിരി കണ്ടോ ഗൈസ്, ഓണത്തിന് പൂവിന് വേണ്ടി കഷ്ടപ്പെടുന്ന അച്ഛൻ. ഓരോ ഇതളും ശ്രദ്ധിച്ചിളക്കുന്ന വെച്ചുകൂട്ടൻ. അപ്പോൾ ഗൈസ് അരിഞ്ഞരിഞ്ഞ് വയ്യ, അതുകൊണ്ട് നമ്മൾ മിക്സിയിട്ട് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഒരു ഇതിൽ നമ്മൾ മിക്സിയിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ട് വരും ഗൈസ്. അതുകൊണ്ട് വീട്ടിൽ അമ്മയുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് മിക്സി ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ അടി കിട്ടും ഗൈസ് ഓണത്തിന്. അതുകൊണ്ടാണ് പറയുന്നത്. ഇലയായതുകൊണ്ട് പിന്നെ നമുക്ക് മിക്സിയിട്ട് അടിക്കാൻ പറ്റും, സീനില്ല. അപ്പോൾ ഗൈസ് അത് കഴിഞ്ഞ് അച്ഛൻ വാടാമല്ലി ഇങ്ങനെ ഇറുത്തോണ്ടിരിക്കണം. വാടാമല്ലി ഇറുക്കാൻ വെരി ഇൻട്രസ്റ്റിങ്. ഓരോ ഇതെല്ലാം ശ്രദ്ധിച്ച് ഇളക്കണം. അപ്പോൾ ഞാൻ അകത്ത് അരച്ച് എടുത്ത പച്ച ഇട്ടിട്ട് വെളിയിൽ വാടാമല്ലി വെച്ച് ബോർഡർ മാതിരി കൊടുക്കുകയാണ്. അപ്പോൾ നല്ല കുനുകുന ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ അച്ഛൻ പച്ച വെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വാടാമല്ലി വെക്കാമെന്ന് പറഞ്ഞു. ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് എല്ലാ സ്ഥലം വൃത്തിയാക്കാം. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ പൂക്കളവും എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം സമയം 1:58 ആയിട്ടുണ്ട്. 2 മണി അടുപ്പിച്ചായി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പൂക്കളെ കാണില്ലേ, ഇത്രയും നേരത്തെ പരിശ്രമം. അപ്പോൾ നിങ്ങൾ പോയി കണ്ടിട്ട് വരൂ. ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ പൂക്കളം. നിങ്ങൾക്ക് പൂക്കളം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റും ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.